ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 അപ് ടു 10. സപ്പോസ് എം ഇസ് ദ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എസ്, അതായത് പവർ സെറ്റ് ഓഫ് എസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഇസ് നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. എ ആൻഡ് ബി ആർ എലമെന്റ്സ് ഓഫ് എം. ബേസിക്കലി എയും ബി എന്താണ്, സബ്സെറ്റ്സ് ഓഫ് എസ് ആണ് എടുക്കേണ്ടത്. എന്നിട്ട് അതിനെ ഓർഡേഡ് പെയർ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ആർ എന്ന് പറഞ്ഞ റിലേഷനിലെ ഓരോ എലമെൻറ്റുകളും ഓർഡേഡ് പെയർ എ കോമ ബി ആയിരിക്കും. അത് എയും ബികളും എന്തുതന്നെയായിരിക്കും, നമ്മളുടെ എസ് എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റുകളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ എസ് എന്ന് പറഞ്ഞ സാധനം എന്താ 1 2 3 അപ് ടു 10 ആണെങ്കിൽ ഈ എസിൻ്റെ സബ്സെറ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എസിൻ്റെ സബ്സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ എം എന്ന് നമ്മൾ പറയണതിൽ എന്തൊക്കെ ഉണ്ടാവും, 5 ഉണ്ടാവും, സെറ്റ് 1 ഉണ്ടാവും, സെറ്റ് 2 ഉണ്ടാവും, സെറ്റ് 3 ഉണ്ടാവും, പിന്നെ അങ്ങനെ ഉണ്ടാവും, സെറ്റ് 1 2 ഉണ്ടാവും, ഓക്കെ, സെറ്റ് 2 3 ഉണ്ടാവും. അങ്ങനെ എല്ലാ ജാതി സാധനങ്ങളും ഇതിനുള്ളിലുണ്ടാവും. ഓക്കെ, കാരണം എം എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എസ് ആണ്. അപ്പം നമ്മൾ ഈ എ ബി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇവർ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ആർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എയും ബി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇതിലെ എലമെൻറ്റുകളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എമ്മിലെ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലായി എന്താണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ പൊളിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റിഫ്ലക്സീവ് ആവണമെങ്കിൽ എയും ബിയും എ കോമ എമ്മിലുള്ള എല്ലാ എ എടുത്തു, എന്നിട്ട് എ കോമ എ ഉണ്ടാവണം എന്തിൽ, ആറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കട, നമ്മൾ 5 എടുക്കുകയാണെങ്കിൽ 5,5 എന്ന് പറഞ്ഞ സാധനം ഓർഡേഡ് പെയർ ആറിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, 5 ഇൻ്റർസെക്ഷൻ 5 തരാൻ പോണത് 5 ആണ്. ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്താവരുത്, 5 ആവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ സാധനം എന്തായി, പൊളിഞ്ഞു. ഓക്കെ, റിഫ്ലക്സീവ് എന്ന് പറഞ്ഞ സാധനം പൊളിഞ്ഞു. വേറെ ഉള്ളതൊക്കെ അതിലുണ്ടാവും കേട്ടോ. വേറെ ഏതൊരു എലമെൻറ്റ് എമ്മിലെടുത്താലും എന്താണ്, അത് ഇൻ്റർസെക്ഷൻ അതെടുത്താൽ അത് തന്നെയാണ് വരിക. അപ്പോൾ നോട്ട് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ. പക്ഷേ 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് എടുക്കുമ്പോൾ ആ കണ്ടീഷൻ ഫെയിലായി. ഇനി സിമട്രി ആണോ, സിമട്രി വളരെ എളുപ്പത്തിൽ പറയാം. എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ സിമട്രിക് ആണ് എന്നുള്ളത് വളരെ 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 എളുപ്പത്തിൽ പറയാം. ഇനി ട്രാൻസിറ്റിവിറ്റി പൊളിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ട്രാൻസിറ്റിവിറ്റി പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്നത് സെറ്റ് 1 2 എടുത്തു. ഓക്കെ, ബി എന്ന് പറഞ്ഞ സാധനം സെറ്റ് 2 3 എടുത്തു. അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ ആണ്. കാരണം എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ സാധനം നോട്ട് ഈക്വൽ ടു 5 ആണ്. എയിലും ബിയിലും ഒരു കോമൺ ഉണ്ട്. ഇനി ബി എന്ന് പറഞ്ഞ സാധനം 2,3 ആണല്ലോ. നമുക്ക് സി ആയിട്ട് എന്തെടുക്കാം, സി 3,4 എടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ബി കോമ സി എന്ന് പറഞ്ഞ സാധനം എലമെൻറ്റ് ഓഫ് ആർ ആണ്. കാരണം എന്താ, ബി ഇൻ്റർസെക്ഷൻ സി നോട്ട് ഈക്വൽ ടു 5 ആണ്. എന്നാൽ ഇതൊക്കെ തന്നെയാണെങ്കിലും എ കോമ സി എന്ന് പറഞ്ഞ സാധനം നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ആർ ആണ്. കാരണം എയിലും സിയിലും എന്തില്ല, എ ഇൻ്റർസെക്ഷൻ സി നമുക്ക് കിട്ടാൻ പോണത് എന്താണ്, നൾ സെറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റിവിറ്റി അവിടെ എന്ത് ചെയ്തു, പൊളിഞ്ഞു. അപ്പോൾ സിമെട്രിക് ഓൺലി എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ.